ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ അയാൾ ഭാര്യയ്ക്കു കത്തെഴുതി. കത്തിൻ്റെ കൂടെ കുറേ പണവും അയാൾ വെച്ചു. കത്തിൻ്റെ സാരം ഇതായിരുന്നു: ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. കാരണം ഓരോ ദിവസവും നീ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കത്ത് എഴുതി വെച്ചെങ്കിലും അത് തൻ്റെ ഭാര്യയ്ക്ക് നൽകിയില്ല. തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചതുമില്ല. അയാൾ മരിച്ചപ്പോൾ ഭാര്യ ആ കത്തുകൾ കണ്ടെത്തി. അത് വായിക്കാനിടയായ അവളുടെ മനോവികാരം എന്തായിരിക്കും? അത്ര സംതൃപ്തമല്ലായിരുന്നോ ഈ കഥയിലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം? അതിനു കാരണമായി അവരിൽ ഒരാൾ ചൂണ്ടിക്കാണിച്ചതാണ് മുകളിൽ നാം കണ്ടത്. ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ സ്നേഹിക്കുകയും വളരുകയും ചെയ്യേണ്ടിയിരുന്നവർ അങ്ങനെ ചെയ്തില്ല. അതിനു പകരം അവർ അല്പമായി മരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവരിൽ നന്മയും സ്നേഹവുമൊക്കെ സാവധാനമായിരുന്നെങ്കിലും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്നതായിരുന്നു സത്യം. എന്നുമെന്നും വളരേണ്ടവരാണ് നമ്മൾ, പ്രത്യേകിച്ച് സ്നേഹത്തിലും മറ്റു നന്മകളിലും. എന്നാൽ ഒട്ടേറെ പേരും ലൗകിക നന്മകളിൽ വളരാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഫലമോ ഓരോ ദിവസവും അല്പമായി മരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ സ്നേഹത്തിലും സമാധാനത്തിലും കഴിയാനാകും? ഒരിക്കൽ മാത്രം നാം മരിച്ചാൽ മതി. അതുവരെ നമുക്ക് വളരാം. അപ്പോൾ നമ്മുടെ മരണം ജീവിതം പോലെ സന്തോഷകരമാകും. റോമർ 14:8. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.